ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. ചേച്ചി ചേച്ചി വിശ്വസിച്ചേ പറ്റൂ. ഒരു വർഷത്തിനിടെ എന്റെയും സുധിയുടെയും ചേച്ചിയുടെയും ഇടയിൽ സംഭവിച്ചതെല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഡോക്ടർ, ഈ ഡോക്ടർ ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ ചികിത്സിച്ചത്. ദിവ്യ, വളരെ സന്തോഷം. ദിവ്യ ഓർമ്മകളിലേക്ക് തിരിച്ചെത്തിയെന്നറിഞ്ഞ് ഞാൻ വന്നത്. സത്യമാണ് എന്നെ വിവരം അറിയിച്ചത്. എന്നെ ഓർമ്മയുണ്ടോ ദിവ്യക്ക്? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. കാരണം ഒരു വർഷത്തിനകത്ത് നടന്നതൊന്നും ദിവ്യക്കിപ്പോൾ ഓർമ്മയില്ലല്ലോ. ഒരർത്ഥത്തിൽ അതൊന്നും ഓർമ്മയില്ലാത്തതാണ് നല്ലത്. ഉണ്ടായിരുന്നെങ്കിൽ മറക്കാൻ ഒരുപാട് പാടുപെട്ടാനെ. ഞാനന്ന് ദിവ്യയെ പരിശോധിച്ചപ്പോ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ദിവ്യയ്ക്ക് എന്ന മെഡിസിൻസ് ഒന്നും അഭി ദിവ്യയ്ക്ക് തന്നിരുന്നില്ല. ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ അവരുടെ വൈദ്യൻ തന്ന കഷായം, അതും ദിവ്യ കഴിച്ചില്ല. അത് ഭാഗ്യമായി. എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതെല്ലാം സത്യം. ദിവ്യയ്ക്ക് വേണ്ടി സത്യം നടത്തിയ ശ്രമങ്ങളെല്ലാം വിജയിച്ചു. ഇനി നിങ്ങൾ അനിയത്തിയും ചേച്ചിയും തമ്മിൽ സംസാരിക്കും. ദിവ്യയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സത്യം പറയുന്നതെല്ലാം സത്യമാണ്. ഓക്കെ സത്യ, ഞാൻ കുറച്ച് ബിസിയാണ്. ചേച്ചി, അഭി ചിലപ്പോ ചേച്ചിയെ കാണാൻ ഇവിടെ എത്തിയെന്ന് വരും. അവനിതൊന്നും അറിയരുത്. ഞാൻ ഇനി എന്താ വേണ്ടെന്ന് നീ തന്നെ പറയേ. ഈ മാസം 17-ാം തീയതി ചേച്ചിയും സുധിയും തമ്മിലുള്ള വിവാഹം നടക്കും. അതുവരെ ഒരു കാരണവശാലും ചേച്ചിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയ വിവരം അഭി അറിയരുത്. ഞാൻ എന്ത് വേണമെന്ന് പറ. അഭിനയിക്കണം. അഭിനയിക്കാനോ? അതെ. പഴയതൊന്നും ഓർമ്മയില്ലാത്ത ദിവ്യയായി ചേച്ചി അവന്റെ മുൻപിൽ അഭിനയിക്കണം. എത്ര കാലം? ഞാൻ എന്തിനാ അവനെ പേടിക്കുന്നത്? ഏപ്രിൽ 17-ാം തീയതി വരെ, അതായത് ചേച്ചി സുധിയുടെ സ്വന്തമാവുന്ന ദിവസം വരെ. അഭിജിത്തിനെ വിളിക്കണം. എന്തിന്? നമ്മള് കളി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. സാറേ, ഇനി എന്ത് ചെയ്യും നമ്മൾ? അവളെ ഒറ്റയ്ക്ക് പുറത്തു വിടരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അനുസരണക്കേട് കാണിച്ച് ഓടിപ്പോയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? സാറ് നിസ്സാരമായിട്ടല്ലേ പറഞ്ഞത്? ഫോൺ എടുക്ക് സാറേ. അൺനോൺ നമ്പറാ. ചിലപ്പോ ദിവ്യയാണെങ്കിലോ? ദിവ്യയുടെ നമ്പർ ഇതല്ല. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇനി ചിലപ്പോ അറിയാത്ത നമ്പർ ആയതുകൊണ്ടാവും. നീ ഒന്നുകൂടെ വിളിക്കാം. ഇതാ നമ്പർ തന്നെയാണല്ലോ. ഏതെങ്കിലും അത്യാവശ്യക്കാരാവും. സാർ ഫോൺ എടുക്ക്. ഹലോ. സംസാരിക്കും. ഹലോ, അഭിസാരല്ലേ? അതെ, ആരാ? ഞാൻ ദിവ്യാണ്. നീ എവിടെയാ? എത്ര നേരമായി നിന്നെ ഫോൺ ചെയ്യുന്നു? നിന്റെ ഫോൺ എന്ത് പറ്റി?
മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. സാറ് ക്ഷമിക്കണം. ഈ കാര്യത്തിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാ, ഞാൻ ഇല്ലാത്ത സമയത്ത് തനിച്ച് പുറത്തു പോകരുതെന്ന്. സത്യം പറ, നീ ആരുടെ കൂടെ പോയത്? ഞാൻ ആരുടെയും കൂടെ പോയതല്ല സാർ. പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിന്നെ കൊണ്ടു നടക്കുന്നതെന്ന് നിനക്കറിയോ? പഴയതൊന്നും ഓർമ്മയില്ലാതെ നിന്നെ പലരും പറ്റിച്ചെന്ന് വരും. എന്നെ രാഹുല് തട്ടിക്കൊണ്ട് പോവായിരുന്നു. രാഹുലോ? എന്നിട്ട്? ഒരു വിധത്തിലാ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഓ മൈ ഗോഡ്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ദിവ്യ ഇപ്പൊ എവിടെയുള്ളത്? വഴിയിൽ വെച്ച് രാഹുൽ എന്നെ കാറി പിടിച്ചു കയറ്റി. ഞാൻ അതിന്ന് ഒരു വിധത്തിലാ ചാടി രക്ഷപ്പെട്ടത്. ദിവ്യ എവിടെയുള്ളതെന്ന് പറ. ഞാനേ അവിടേക്ക് വന്നോണ്ടിരിക്കുക. ഓക്കെ, ഇതേതാ നമ്പർ? അത് പിന്നെ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി. ഞാൻ വഴിയുന്ന ഒരാളുടെ ഫോൺ വാങ്ങി വിളിക്കുക. എന്നെ കിട്ടില്ല. ദിവ്യ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. സുധിയും നീയുമായുള്ള വിവാഹം ഈ മാസം 17 നടക്കാനുള്ളതാ. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, പെട്ടെന്ന് വാ. ശരി സാർ. ദിവ്യയാണല്ലേ? ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. അവൾക്ക് എന്താ പറ്റിയത്? അവളുടെ വിവാഹം ഫിക്സ് ചെയ്ത കാര്യം അറിഞ്ഞു കാണും. ആ രാഹുൽ വീണ്ടും കളി തുടങ്ങി. അവനാണോ ദിവ്യയെ തട്ടിക്കൊണ്ടുപോയത്? അവരുടെ വിവാഹം കഴിയട്ടെ, അവനുള്ള കണക്ക് അതിന് ശേഷം തീർക്കാം. ഇതാ നിന്നെ ഊട്ടി വളർത്തിയ സാറ്. എല്ലാം എനിക്ക് മനസ്സിലായി സത്യ. ഞാൻ എന്തിനാ ഇനി ആ ഫ്രോഡിന്റെ അടുത്തേക്ക് പോകുന്നേ? ദിവ്യ ആള് മാറിയെന്നറിഞ്ഞാൽ അവൻ സുധിയുമായുള്ള ചേച്ചിയുടെ വിവാഹം മുടക്കും. അതുണ്ടാവരുത്. അവന്റെ സപ്പോർട്ടിൽ തന്നെ അത് നടക്കണം. ഏതോ രജിസ്റ്റർ ഓഫീസിൽ വെച്ച വിവാഹം എന്നല്ലേ പറഞ്ഞേ? അതെ. നീ വിഷമിക്കണ്ട. തൽക്കാലം 17-ാം തീയതി വിവാഹം നടക്കട്ടെ. നിന്റെ വിവാഹം ഗംഭീരമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം ആഘോഷിക്കാം. പോരെ? സത്യ, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. അതൊന്നും സാരമില്ല. അല്ലെങ്കിലും എന്റെ കളി കണ്ടാൽ ആരായാലും തെറ്റിദ്ധരിക്കും. എങ്കിലും ചേച്ചി നിന്നോട് ക്ഷമ ചോദിക്ക. ക്ഷമയോ? എന്നോടോ? എന്താ ചേച്ചി ഇത്? നോക്ക്, ഇതൊക്കെയല്ലേ ജീവിതത്തിന്റെ ഒരു ത്രില്ല്. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ, എന്ത് സത്യ? നീ എന്നോട് ക്ഷമിക്കില്ലേ? 100 വട്ടം ക്ഷമിച്ചിരിക്കുന്നു. ആ, പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കാൻ മറന്നു. അതാരാ? അതൊക്കെയുണ്ട്, ഞാൻ പറയാം. എടാ, ദിവ്യയെ സത്യ തട്ടിക്കൊണ്ടുപോയതാവോ? സത്യ? അവളെ കാണാതായിട്ട് കുറെ ആയല്ലോ. എവിടെയോ ഒളിച്ചിരുന്ന് നിനക്കും ദിവ്യയ്ക്കും എതിരെ അവള് കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ച കാര്യം സത്യ അറിഞ്ഞു കാണോ? ആ, അറിഞ്ഞു കാണും. പക്ഷെ അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലെ അറിയില്ല എന്നല്ലേ ചേച്ചി പറഞ്ഞത്? തല്ലിക്കൊന്നാലും ചാകാത്ത ജനസ. എനിക്ക് ഉറപ്പാ, അന്ന് നീയും ദിവ്യയായിട്ടുള്ള വിവാഹം മുടക്കാൻ ദിവ്യയെ അവിടെ നിന്നും മാറ്റിയ അതേ കളി തന്നെ അവൾ ആവർത്തിച്ചിരിക്കുക. ഹലോ. ഹലോ സുധി, ഞാനാ ദിവ്യ. ദിവ്യ എവിടെന്നാ വിളിക്കുന്നേ? എല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ദിവ്യ ഇപ്പൊ എവിടെയാ ഉള്ളത്? എന്നെ രാഹുൽ ബലമായി പിടിച്ച് അവന്റെ കാറി കയറ്റി. എങ്ങനെയോ അവന്റെ പിടിയിൽ രക്ഷപ്പെട്ടു സുധി. എന്നിട്ട് ദിവ്യ ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ ഓക്കെയാ. രാഹുലുമായുള്ള മൽപ്പിടുത്തത്തിനിടയിൽ എന്റെ ഫോൺ നഷ്ടപ്പെട്ടു. ഇത് വഴി കണ്ട ഒരാളുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നേ. സൂക്ഷിക്കണം ദിവ്യ. നമ്മുടെ വിവാഹം കഴിയുന്നത് വരെ ഇനി എവിടേക്കും പോകരുത്. ഇല്ല സുധി. ഇനി ഒരിക്കൽ കൂടി എനിക്ക് ദിവ്യയെ നഷ്ടപ്പെട്ട അത് താങ്ങാൻ എനിക്ക് കഴിയില്ല ദിവ്യ. എനിക്കറിയാം. ഈ മാസം 17-ാം തീയതി വരെ ദിവ്യ സൂക്ഷിക്കണം.
സൂക്ഷിക്കാം. ആ ശരി, എന്നാ പിന്നെ ഞാൻ വിളിക്കാം. ഓക്കെ. സന്തോഷായില്ലേ? എന്താടാ, ദിവ്യാണോ വിളിച്ചത്? അതെ. അവൾ എന്താ പറഞ്ഞേ? എവിടെയാ അവൾ ഉള്ളത്? അത് ആ രാഹുല്. രാഹുലോ? അതെ, ദിവ്യയുടെ പിന്നാലെ നടക്കാവൻ. അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആഹാ, അമ്മ എന്തിനാ എണീറ്റ് വന്നത്? ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. കാലിനിപ്പോ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഇന്നലെ നീ ആ ഓയിൽമെന്റ് തേച്ച് തന്നപ്പോ തന്നെ പാതി ആശ്വാസമായി. അതെ, എന്നും പറഞ്ഞ് ഇറങ്ങി നടക്കൊന്നും വേണ്ട. ഇന്നലെ കാലിന് നല്ല നീരുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല മോളെ. നീ റേഷൻ കടയിൽ പോണോന്ന് പറഞ്ഞില്ലേ? പോണ വഴിക്ക് നല്ല ഉണക്കമീൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ. ശരി. പപ്പൻ എഴുന്നേറ്റില്ലേ? അവൻ രാവിലെ കുളിച്ച് റെഡിയായി പോകുന്ന കണ്ടു. കട്ടൻ ചായ പോലും ഇന്ന് കുടിച്ചില്ല. അമ്മ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഷോ, പിന്നമ്മേ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ രമണിയുടെ മോളില്ലേ? രമണിയുടെ? നമ്മുടെ ദിവ്യയുടെ കൂടെ പഠിച്ച രേവതി ഇല്ലേ? അവൾ പ്രസവിച്ചൂന്ന്. ഇരട്ടക്കുട്ടികളാ. ആണോ? ആ, മുറ്റം അടിച്ചോണ്ടിരുന്നപ്പോ രമണിയെ കണ്ടു. എന്താ അവളുടെ ഒരു സന്തോഷം! നല്ല രീതിയിലായിരുന്നെങ്കിൽ ആ സന്തോഷം നീയും അനുഭവിക്കേണ്ട സമയമായിരുന്നു. പക്ഷെ രണ്ടു മക്കളും ഇപ്പൊ എവിടാന്ന് പോലും അറിയില്ല. വിധിന്നല്ലാതെ എന്താ ഇപ്പൊ പറയാ? എന്താടാ ഇപ്പോഴും നിന്റെ മുഖത്ത് ഒരു സന്തോഷം കാണാനില്ലല്ലോ? ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഏയ്, ടെൻഷനൊന്നുമില്ല ഏട്ടാ. മുമ്പ് സത്യയെ വിവാഹം ചെയ്യാൻ അച്ഛൻ നിന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ എതിർത്തതാ. പക്ഷേ അച്ഛൻ്റെ വാക്ക് നീ ദൈവവാക്യം പോലെ അനുസരിച്ചു. സ്വന്തം അഭിപ്രായവും തീരുമാനവും ഇല്ലാത്തവർക്ക് ഭാവിയില്ല സുധി. ഡേ, ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. നിന്റെ ഇപ്പോഴത്തെ തീരുമാനം അത് നന്നായി. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവളെ കൂടെ കൂട്ടുക, ലൈഫ് എൻജോയ് ചെയ്യുക. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു ഏട്ടാ. വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടി ചെയ്തോളാം. ഏപ്രിൽ 17 വൈകിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒരു റിസപ്ഷൻ ഏർപ്പാട് ചെയ്യണം. അല്ലേട്ടാ, അത് അതൊക്കെ ഞാൻ ചെയ്തോളടാ. ഓക്കെ? വിമലേ, നിനക്കൊരു ഫോൺ വന്നായിരുന്നു, കട്ടായിപ്പോയി. ഓ, ഇത് മറ്റേ സ്ഥിരം വിളിക്കുന്ന കമ്പനി നമ്പർ അമ്മേ. ചുമ്മാ ആവശ്യമില്ലാതെ. അല്ല, പപ്പൻ എവിടെ പോയതാ? അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കണോന്ന് പറഞ്ഞു പോയതാ. അവന്റെ കയ്യിൽ കാശുണ്ടോ അതിന്? ഉണ്ടാവുമായിരിക്കും. എന്നോട് ചോദിച്ചൊന്നുമില്ല. അവന്റെ കയ്യിൽ എവിടെ നിന്നുണ്ടാവാനാ? കഴിഞ്ഞ ദിവസം എടുത്തോണ്ട് പോയ കാശ് മുഴുവൻ എന്റെ തലേണയുടെ അടിയിൽ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. പാവം പപ്പൻ. നമ്മൾ അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ആ, ദേ വന്നു.
അമ്മേ ദാ ഇതൊന്ന് പുരട്ടി നോക്കിയേ. മാധവൻ വൈദ്യരോട് വിവരം പറഞ്ഞ് വാങ്ങിച്ചതാ. അത്ര പ്രശ്നമൊന്നും ഇല്ലടാ മോനെ. മുട്ടിന് ചെറിയ വേദനയുണ്ട്. എന്ന് പറഞ്ഞാ പറ്റില്ല. അതൊന്ന് പുരട്ടി നോക്ക്. ദേ കൊട്ടൻ ചുക്കാതിയും മുറിവെണ്ണയും എല്ലാം ഉണ്ട്. ദാ ഹോ, അമ്മയുടെ കാല് വയ്യാതായപ്പോ മനസ്സിനൊരു വല്ലായ്മ പോലെ. ഇതൊക്കെ വാങ്ങിക്കാൻ നിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നോ പപ്പ? മാധവൻ വൈദ്യര് നമ്മുടെ സ്വന്തം വൈദ്യരല്ലേ, കാശൊക്കെ പിന്നെ കൊടുത്താ മതി. ആ ഞാനൊരു സന്തോഷ വാർത്ത അറിഞ്ഞു. എന്താ? സത്യ ഇവിടേക്ക് വന്നിരുന്നു. ഇവിടേക്കോ? ഇല്ലല്ലോ. അവള് നിർമ്മല ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മൈസൂർക്ക് പച്ചക്കറി എടുക്കാൻ പോകുന്ന വണ്ടിക്കാരൻ ജബ്ബാരാ പറഞ്ഞത്. അതെയോ? ഈശ്വര, എന്നിട്ടെന്താ അവളൊന്ന് വിളിക്കാഞ്ഞത്? ആർക്കാ മരുന്ന്? അവക്ക് എന്തെങ്കിലും പറ്റിയിരിക്കുവോ? അത് ഞാൻ ചോദിച്ചു. സത്യക്ക് കുഴപ്പമൊന്നുമില്ല. ജബ്ബാർ വിളിച്ചപ്പോഴേക്കും അവള് പോയെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. നമ്പർ നിലവിലില്ലെന്ന് തന്നെയാണല്ലോ പറയുന്നേ. അവൻ കണ്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാ. അവള് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞല്ലോ, അത്രേ ആശ്വാസം. ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുമായിരിക്കും. അതെ, ഒളിച്ചും പാത്തും അവൾ ആരുടെ ജീവന് വേണ്ടിയായിരിക്കും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സത്യക്ക് അതൊന്നും ഒരു കഷ്ടപ്പാടല്ല, ഒരു കടമ പോലെയല്ലേ അവക്കെല്ലാം. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അമ്മ പോയി കുഴമ്പിട്ട് റെസ്റ്റ് എടുക്ക്. എഴുതി ഒരു കട്ടൻ ചായ എടുത്തേ. അവൾ ഈ നാട്ടിലുണ്ടെങ്കിൽ പുറത്തെ പണിയൊന്നും ഏക്കത്തില്ല. ശരിയായി കൊടുക്കാം. നീ എന്നെ പിടിക്കൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഇത് കഴിക്കണം. പിന്നെ ഈ മരുന്ന് കഴിക്കുന്ന വിവരമൊന്നും അഭി അറിയരുത്. അല്ല, ഇവിടുത്തെ ബില്ലൊക്കെ പേ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും അഭി ഒന്നും അറിയരുത്. പഴയതുപോലെ തന്നെ വേണം അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ. പഴയതെല്ലാം മറന്നുപോയ ആളായിട്ട് വേണം അവന്റെ മുമ്പിൽ നിൽക്കാൻ. പക്ഷേ എന്താ ചേച്ചി, അയാളെ ഞാൻ എങ്ങനെ അറിയും? നിനക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തന്നില്ലേ? കണ്ടാൽ നിനക്ക് അറിയാൻ പറ്റും. നമ്മുടെ പഴയ ഗാന്ധി പാർക്ക് കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാൽ 4ാമത്തെ വീടാ. ഒരു കാര്യം ചെയ്യാം, നെത്തോല് നിന്നെ കൊണ്ടുവിടും. ശരി. അവിടെ അഭിയും ഒരു ഗോവിന്ദൻ വൈദ്യരും കാണും. ആരൊക്കെ? അഭിജിത്ത്, പിന്നെ ഒരു വൈദ്യര്, ഗോവിന്ദൻ വൈദ്യർ. ഒരു പരിചയക്കേടും അവരോട് കാണിക്കരുത്. കുരുവി ക്യാഷ് അടച്ചില്ലേ? എന്നാ ഇറങ്ങാം. നത്തോലി, നീ വേണം ചേച്ചി അഭിയുടെ വീട് വരെ കൊണ്ടാ. ശരി. എന്നാ ചെല്ലേ, ഞാൻ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് പോ. ശരി. എല്ലാം സത്യ വിചാരിച്ചതുപോലെ നടന്നു അല്ലേ? അതിന് ഇനിയും സമയമില്ലേ? ഒന്നും വേണ്ടിയിരുന്നില്ല സത്യ. ചേച്ചിക്ക് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. വേണം ഗുരുവി. എന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാ ഞാൻ ത്യാഗം ചെയ്യേണ്ടത്? സങ്കടം തോന്നുന്നില്ലേ വിക്രമനെ ഒഴിവാക്കിയതില്? സങ്കടം? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ?
എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സത്യ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ദിവ്യ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്നെ അവൻ ഉപദ്രവിച്ചോ? അത് എന്താ നിനക്ക് പറ്റിയത്? ഞാൻ പറഞ്ഞതല്ലേ തനിച്ചു പോകരുതെന്ന്. അതെയോ? അതേന്നോ? സാരമില്ല, ദിവ്യ വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയല്ലോ. അതെ, ദൈവം രക്ഷിച്ചു. ഇതൊക്കെ ആ രാഹുലിന്റെ പണിയാ. അവൻ എന്നെ... ആ, എല്ലാം ദിവ്യ പറഞ്ഞല്ലോ. പോയി റെസ്റ്റ് എടുക്ക. ആ ടെൻഷനൊക്കെ ഒന്ന് മാറട്ടെ. ശരി സാർ. ആ രാഹുൽ ഇവളെ നന്നായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് അവൾക്ക്. രാഹുൽ, അവനുള്ള ആയുധം കൂടി കയ്യിൽ കരുതണം. സത്യ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ട പ്രശ്നമാണ്. ഇനി എന്നെ ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. ചെയ്യാനുള്ളത് പകുതിയും ചെയ്തു കഴിഞ്ഞു. സത്യക്ക് ദിവ്യയുടെ വിവാഹം കാണണ്ടേ? തീർച്ചയായും. സുധി ദിവ്യച്ചയുടെ കഴുത്തിൽ താലി കെട്ടുന്ന കാഴ്ച അതെന്റെ ജീവിതാഭിലാഷം. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അതും നടക്കും. നിനക്ക് എങ്ങനെ സത്യ ഇതിനൊക്കെ സാധിക്കുന്നു? ഇതെല്ലാം എന്റെ മാത്രം കഴിവൊന്നുമല്ല. സുധി ദിവ്യച്ചയെ വിവാഹം ചെയ്യുന്നത് കാണാൻ എന്നേക്കാൾ ആഗ്രഹിക്കുന്ന വേറൊരാളുണ്ട്. അയാളാ എനിക്ക് എല്ലാ ന്യൂസുകളും അപ്പ തന്നുകൊണ്ടിരുന്നത്. അതാരാ അങ്ങനെ ഒരാള്? ആ, അതൊക്കെയുണ്ട്. അയാളുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ദിവ്യേച്ചി അഭി എന്നെ മനോരോഗിയാക്കിയനെ. ആളാരാണെന്ന് പറ. രാഹുൽ. രാഹുലോ? അവൻ സത്യയെ ജയിലിൽ അടയ്ക്കാനുള്ള പ്ലാനിലാണെന്നല്ലേ ക്ലീറ്റസ് പറഞ്ഞത്? അതൊക്കെ രാഹുലിന്റെ കളിയായിരുന്നില്ല. അതിന്റെ പിന്നിലും അഭി തന്നെയായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞത്. പോലീസ് സത്യയെ അന്വേഷിക്കുന്നുണ്ട്. സ്ഥല എസ് ഐ സത്യയെ കണ്ടുപിടിച്ചേ തീരൂ എന്നുള്ള വാശിയിലാണ്. അയാൾക്ക് സത്യയോട് പഴയ വൈരാഗ്യം കാണും. ആ എസ് ഐക്ക് എന്നോട് ഒരു വൈരാഗ്യവും ഇല്ല. മാത്രമല്ല അയാളുടെ സപ്പോർട്ടും നമുക്കുണ്ട്. രാഹുലിനെ പോലെ തന്നെ ആ എസ് ഐയുടെ സഹായവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. തുടർന്ന് നടക്കാൻ പോകുന്ന സുധിയുടെയും ദിവ്യേച്ചിയുടെയും കല്യാണത്തിനും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് കിട്ടിയിരിക്കും. ആ, നീ പറഞ്ഞ പോലെ ഇനി ഇവിടെ നിന്നാൽ ഞാൻ ആരുടെയും കണ്ണിപ്പെടും. അതുകൊണ്ട് ഞാൻ പോവാം. എന്തേലും വിവരം അറിഞ്ഞാൽ അപ്പ എന്നെ അറിയിക്കണം. ശരി. ഇങ്ങനെയും മനുഷ്യരുണ്ടാവോ? വെറും സ്നേഹത്തിന്റെ പേരിൽ സ്വന്തം ഭർത്താവിനെ കൊണ്ട് ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് സത്യ. അവിടെ എന്തു പറഞ്ഞ് ഞാൻ തിരുത്തും? വേണ്ട ശ്രീനി, നീ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കിയാൽ മതി. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. താനൊന്ന് പെട്ടെന്ന് വാ. ഇതെവിടേക്കാ ഈ രാത്രിയില്? ആ, വെളിച്ചമുണ്ട് കയ്യിൽ. ഇരുട്ടിനപ്പുറം വെളിച്ചമുണ്ടല്ലോ. എന്തൊക്കെ ഈ പറയുന്നത്? മനസ്സിനൊരു സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഒരു യാത്രയാവാമെന്ന് കരുതി. യാത്രയോ? എവിടേക്ക്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഹരിദ്വാറിലൊന്ന് പോണം. പിന്നെ കാശി, ഹിമാലയം, അങ്ങനൊരു ചുറ്റിക്കറക്കം. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ആരും ആരുടെയും സമ്മതത്തിനനുസരിച്ചല്ലല്ലോ ജീവിക്കുന്നത്. ഇതൊരു ഒളിച്ചോട്ടാന്ന് എനിക്കറിയാം. എന്നോടും മക്കളോടും പിണങ്ങി നാട് വിടാനാണോ നിങ്ങളുടെ തീരുമാനം? ഒരിക്കലുമല്ല. എനിക്കെന്റെ മനസ്സിനെ ചിലത് പറഞ്ഞ് പഠിപ്പിക്കാനുണ്ട്.
അതിനൊരു യാത്ര അനിവാര്യമാ. ചന്ദ്രേട്ട, അത് വേണ്ട. എന്റെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് ചന്ദ്രേട്ടനോടായാലും സത്യയോടായാലും എല്ലാറ്റിനും ഞാൻ ക്ഷമയോദിക്കുക. എന്നോട് ക്ഷമിക്കണം. ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാൻ സത്യയോട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രേട്ടനെ ഒരുപാട് തവണ ഞാൻ ധിക്കരിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് പരിഭവമില്ല രാധികേ. എന്റെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഈ വീടിന്റെ പടി കടന്ന് എന്നേ തീർത്ഥയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രേട്ട, അങ്ങനെയൊന്നും പറയരുത്. ഏയ്, കരയരുത്. എന്നാ ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. തെറ്റ് ചെയ്തത് ഞാനാ. നിങ്ങളോട് സത്യയോടും തെറ്റ് ചെയ്തതിന് തീർത്ഥയാത്ര ഒരു പരിഹാരം ആകുമെങ്കിൽ ആകട്ടെ. വേണ്ട, ഈ യാത്രയിൽ ഞാൻ തനിച്ചു മതി. മാത്രമല്ല, സുധിയുടെ വിവാഹത്തിന് നീ കൂടെ ഉണ്ടാവണം. ചന്ദ്രേട്ട, എന്നോട് ദേഷ്യമുണ്ടോ? നിന്നോട് ഞാൻ ഒരിക്കലെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഏ മോനെ, അച്ഛൻ എവിടേക്ക് പോവാൻ നിൽക്കാന്ന് പറയുന്നു. അച്ഛൻ എവിടേക്കാ? ഞാൻ നിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇതെന്താ ബാഗും മറ്റും? അച്ഛൻ യാത്ര പോവാണെന്ന്. എവിടേക്ക്? സുധിയെ, നിന്റെ വിവാഹത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അങ്ങനൊരു നിർബന്ധം നിനക്കില്ലെന്ന് അച്ഛനറിയാം. അച്ഛാ, ജീവിതം നിന്റേതാ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 തവണയെങ്കിലും ചിന്തിക്കണം. ഇല്ലെങ്കിൽ ചതിക്കുഴിയിൽ പെടും. ഇത് ഉപദേശമല്ല, അനുഭവ. കുറെ വർഷങ്ങൾ അനുഭവിച്ചതിന്റെ അനുഭവ പാഠം. അച്ഛൻ എവിടേക്കാ പോകുന്നത്? തീർത്ഥയാത്ര. അങ്ങനെ പറയുന്നതാ എളുപ്പം. പ്രായമായാ പിന്നെ കുറച്ച് ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നല്ലതാ.